സാനിയോൺ സാനിറ്ററി പാഡ് അല്ലേ, ഇതിലേക്ക് വരാനുള്ളൊരു തുടക്കം എങ്ങനെയായിരുന്നു? നാപ്കിൻ ഉപയോഗിക്കുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ, പീരീഡ്സിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അപ്പോഴാണ് അറിഞ്ഞത് ഇതിൽ നമ്മൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടെന്നുള്ളത്. അപ്പോൾ ആ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് അതിൽ കൂടുതലായിട്ട് സ്റ്റഡി ചെയ്തു, കൂടുതൽ മനസ്സിലാക്കി. പിന്നെ അതിന് സൊല്യൂഷൻ എങ്ങനെ കൊടുക്കുക എന്നുള്ളതിനെ പറ്റിയായി. അങ്ങനെ അതിൻ്റെ പുറകെ അങ്ങ് പോയി. സ്റ്റോറിലേക്ക് ചെല്ലുമ്പോൾ ആ കണ്ട ഹോർഡിങ്സും ആ പരസ്യം മൈൻഡിലോട്ട് വന്നാൽ മാത്രമേ അത് മതി എന്ന് ആ ഒരു ചിന്തയാണ് ആളുകൾക്ക് വരിക. തീർച്ചയായിട്ടും അതാണ് മെയിൻ ചലഞ്ച്. നമ്മുടെ മുമ്പിലുള്ള ഒരു ചലഞ്ച് എന്ന് പറയുന്നത് മെയിനായിട്ട് ഫസ്റ്റ് വന്ന അതാണ്. ആളുകളെ ഉപയോഗിച്ച് നോക്കുക, ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുക. ഇപ്പോൾ വർക്കിംഗ് വുമൻസും സ്റ്റുഡൻസ് ഒക്കെ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ, ഇരിക്കുന്ന സമയത്ത് ഫ്ലോ ഹോൾഡ് ആയിരിക്കും. എന്നിട്ട് എണീക്കുമ്പോൾ ഒരു സഡൻ ഫ്ലോ വരും. അപ്പോൾ ഇവർക്ക് പെട്ടെന്ന് എണീറ്റിട്ട് അങ്ങ് നടക്കാൻ പറ്റില്ല. എണീറ്റ് നടന്നു കഴിഞ്ഞാൽ അത് ലീക്കാവും. ഈ ക്യാഷ് ബാക്ക് ആൻഡ് അതർ പോളിസീസ് ഉണ്ടല്ലോ, അതൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടറാണ്. ക്യാഷ് ബാക്ക് ആൻഡ് റിട്ടേൺ പോളിസി 49 രൂപയുടെ ഒരു പ്രൊഡക്റ്റിന് പോലും മണി ബാക്ക് നമ്മൾ കൊടുക്കുന്നത്. മാർക്കറ്റിലെ ലീഡിങ് ബ്രാൻഡായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു. ഇത് എയർ പാസ് ചെയ്യുന്ന മെറ്റീരിയൽ അല്ലാത്തതുകൊണ്ടാണ് ഇതിൽ ബബിൾസ് ഒന്നും വരാത്തത്. 49 രൂപയ്ക്ക് ഈ പ്രൊഡക്റ്റ് കേരളത്തിൽ വിൽക്കാൻ പറ്റുന്നതിൻ്റെ ഏറ്റവും വലിയ കാരണം ഇത് നമ്മൾ കേരളത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. ഹലോ, ഹായ്, വെൽക്കം ടു ജിഞ്ചർ മീഡിയ ഇൻസൈറ്റ്. ബ്രാൻഡ് മാസ്റ്ററിൽ ഇന്നത്തെ നമ്മുടെ കൂടെയുള്ള ഓൺട്രപ്രനർ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ സ്ത്രീകൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം അവർ നേരിടുന്ന കാര്യങ്ങൾ സ്ത്രീകൾ മനസ്സിലാക്കുന്നതിൽ ഉപരി പുരുഷന്മാർ അത് മനസ്സിലാക്കി അവർക്ക് വേണ്ട ഒരു ഹൈജീൻ പ്രോഡക്റ്റ് സെല് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറഞ്ഞ വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇന്ന് ബീജർ ഇൻ്റർനാഷണൽ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ ഫൗണ്ടർ ജിനോജ് ആൻഡ് സന്ദീപാണ് മാർക്കറ്റിംഗ് ഹെഡ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത്. വെൽക്കം. ആൻഡ് പ്ലസ് ഇന്ന് ഹാപ്പി വിമൻസ് ഡേ ആണ്. അതുകൊണ്ട് തന്നെ സ്പെഷ്യലി ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണെന്ന് ഞങ്ങൾക്കും തോന്നുന്നു. അപ്പോൾ ഷോയിലേക്ക് വെൽക്കം. താങ്ക് യു. ഈ ഒരു പ്രോഡക്റ്റ് സാനിയോൺ സാനിറ്ററി പാഡ് അല്ലേ, അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിലേക്ക് ഇതിലേക്ക് വരാനുള്ളൊരു തുടക്കം എങ്ങനെയായിരുന്നു? സാനിയോൺ എന്ന് പറയുന്നത് ഞങ്ങൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തൊരു ബ്രാൻഡാണ്. പക്ഷേ ഞാൻ ഈ സാനിറ്ററി നാപ്കിൻ ഇൻഡസ്ട്രിയിലോട്ട് വന്നിട്ട് ഇപ്പോൾ 16 വർഷമായി. 16 വർഷം മുമ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മറ്റേ വെൻഡിങ് മെഷീനില്ലേ സ്കൂളുകളിലൊക്കെ വെക്കുന്ന നാപ്കിൻ വെൻഡിങ് മെഷീൻ, അതുണ്ടാക്കിയിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നാപ്കിൻ അതിൽ വേണ്ട ആ മെഷീൻ ഉണ്ടായി കഴിഞ്ഞപ്പോൾ അതിൽ വേണ്ട പ്രൊഡക്റ്റ് കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ നാപ്കിനിൽ തുടങ്ങി. അതിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് അതിനകത്ത് ഒരുപാട് ഗ്യാപ്പ് ഉണ്ടെന്നും ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്നും ഞങ്ങൾ സ്കൂളുകളിലൊക്കെ പോയിട്ട് അവയർനെസ് ക്ലാസ് കൊടുക്കുമായിരുന്നു. ഈ മെഷീൻ വെച്ചിട്ട് അത് എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്നൊക്കെ ഉള്ളതാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഡിസ്കഷനിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ പലരും പല പല പ്രശ്നങ്ങൾ പറയുന്നു. നാപ്കിൻ ഉപയോഗിക്കുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ, പീരീഡ്സിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അപ്പോഴാണ് അറിഞ്ഞത് ഇതിൽ നമ്മൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടെന്നുള്ളത്. അപ്പോൾ ആ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് അതിൽ കൂടുതലായിട്ട് സ്റ്റഡി ചെയ്തു, കൂടുതൽ മനസ്സിലാക്കി. പിന്നെ അതിന് സൊല്യൂഷൻ എങ്ങനെ കൊടുക്കുക എന്നുള്ളതിനെ പറ്റിയായി. അങ്ങനെ അതിൻ്റെ പുറകെ അങ്ങ് പോയി. നാപ്കിൻ ഡെവലപ്പ് ചെയ്ത് ഞാൻ ഒരുപാട് ഇൻ്റർനാഷണൽ ബ്രാൻഡുകൾക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്, എന്ന് വെച്ചാൽ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റിൽ. അപ്പോൾ നമ്മൾ മാർക്കറ്റിൽ നിന്ന് പല കാര്യങ്ങളും മനസ്സിലാക്കുന്നു, എന്ന് വെച്ചാൽ അവയർനെസ് ക്ലാസ്സുകളൊക്കെ എടുത്ത് അതിന് മനസ്സിലാക്കുന്നു, അതിനുള്ളൊരു സൊല്യൂഷൻ ഡെവലപ്പ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ കൺസൾട്ടൻ്റായിട്ടാണ് വർക്ക് ചെയ്തിരുന്നത് ഒരുപാട് വർഷമായിട്ട്. അപ്പോൾ അതിൽ നിന്ന് മാനുഫാക്ചറിങ് തുടങ്ങിയിട്ട് അധികം കാലമായിട്ടില്ല. ഞങ്ങളിപ്പോൾ നിലവിൽ 54 ബ്രാൻഡുകൾക്ക് വേണ്ടി മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. അപ്പോൾ 54 ബ്രാൻഡുകൾ എന്ന് പറഞ്ഞാൽ കുറച്ച് ഇന്ത്യയിലുള്ള ബ്രാൻഡുകളും കുറച്ച് ഇൻ്റർനാഷണൽ ബ്രാൻഡുകളും. നമ്മൾ ഇവിടുന്ന് ഒരുപാട് എക്സ്പോർട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതാണ് ഞങ്ങളുടെ മെയിൻ കോർ ബിസിനസ്. അതിൽ നിന്ന് സ്വന്തം ബ്രാൻഡ് എന്നുള്ളത് ഇപ്പം കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ് തീരുമാനിച്ചതാണ് സാനിയോൺ എന്നുള്ള ബ്രാൻഡ് നെയിം ഞങ്ങൾ 2009 രജിസ്റ്റർ ചെയ്ത് അന്ന് പ്ലാൻ ചെയ്തിരുന്നു. പക്ഷേ പിന്നീട് നമുക്ക് മനസ്സിലായ കാര്യം തന്നെ ഒരുപാട് വെറൈറ്റി ഇതിൽ ചെയ്യാൻ പറ്റും. അതിലൊരു സ്പെഷ്യലായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ഞങ്ങൾ ഡെവലപ്പ് ചെയ്ത് ഏകദേശം ഒരു 3-4 വർഷം എടുത്തു അതിൻ്റെ ഒരു പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റിന് വേണ്ടി. അത്രയും സമയവും ഇൻവെസ്റ്റ്മെൻറ്റും വേണ്ടി വന്നിട്ടുള്ള വേറൊരു പ്രൊഡക്റ്റ് ഇല്ല. സാനിയോൺ ഫസ്റ്റ് ഞങ്ങൾ ഇറക്കിയതൊരു ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. പീരീഡ്സിൽ പെയിൻ ഉള്ള ആൾക്കാർക്ക് പെയിൻ കുറയ്ക്കാനും, അതുപോലെ മൂഡ് സ്വിങ്സ് ഉള്ള ആൾക്കാർക്ക് മൂഡ് സ്വിങ്സ് മാറ്റുക, അലർജി റാഷസ് പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യുക. അങ്ങനെ ഒരു സ്പെഷ്യൽ പ്രൊഡക്റ്റ്. പേര് തന്നെ സാനിറ്ററി നാപ്കിൻ നല്ല ഇട്ടിരിക്കുന്നത് മെൻസ്ട്രൽ നേഴ്സിംഗ് പാഡ് എന്ന്. സാനിയോൺ മെൻസ്ട്രൽ നേഴ്സിംഗ് പാഡ് വെച്ചാൽ സാനിറ്ററി നാപ്കിനുമായിട്ട് അതിനെ കമ്പയർ ചെയ്യേണ്ട, ഇതൊരു സ്പെഷ്യൽ പ്രൊഡക്റ്റ് എന്നുള്ളായിരുന്നു. അപ്പോൾ അത് വെച്ച് സന്ദീപൊക്കെ മാർക്കറ്റിൽ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ഇവർ ഫേസ് ചെയ്തൊരു ഇഷ്യൂവിന് വില കൂടുതലാണെന്നുള്ളതാണ്. അപ്പോൾ 230 രൂപയാണ് അതിൻ്റെ ഒരു പാക്കറ്റിന് വില. അപ്പോൾ അത്രയും വില കൂടുതലുള്ളതുകൊണ്ട് ഒരു വിഭാഗം ആൾക്കാർക്കേ വാങ്ങാൻ പറ്റുള്ളൂ, ബാക്കിയുള്ളവർക്ക് അത് പറ്റുന്നില്ല. അപ്പം ഇവരൊരു മാർക്കറ്റിംഗ് ടീം ഫോമായി, ഒരു ഡിസ്ട്രിബ്യൂഷൻ വന്നു. ഇതെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ ഇവരുടെ ഡിമാൻഡ് അനുസരിച്ച് വേറൊരു പ്രൊഡക്റ്റ് വേണമെന്നുള്ളതിലാണ് ഞങ്ങൾ പിന്നെ
ലോ പ്രൈസിലുള്ള പ്രൊഡക്റ്റിലോട്ടും കൂടി സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചത്. ഇപ്പം മാർക്കറ്റിങ്ങിൻ്റെ ആളായതുകൊണ്ട് സന്ദീപിൻ്റെ അടുത്ത് ഞാൻ ചോദിക്കുകയാണ്. കാരണം ഒരുപാട് പ്രോഡക്റ്റ്സ് ഉണ്ട്, കോമ്പറ്റീറ്റേഴ്സ് കൂടുതലാണ്. അപ്പം അതിൻ്റെ ഒരു ചാലഞ്ച് തീർച്ചയായിട്ടും നിങ്ങൾ ഫേസ് ചെയ്യുന്നില്ല. കാരണം ടോപ്പ് ബ്രാൻഡ്സ് ഓഫ് കോഴ്സ് ഉണ്ട്. സോ ബാക്കിയുള്ള കോമ്പറ്റേറ്റേഴ്സുമായിട്ടുള്ള കോർ കോമ്പറ്റൻസി വാട്ട് ഈസ് ദാറ്റ്, അങ്ങനെയുള്ളൊരു ചോദ്യം ഉണ്ടാവും. സോ ആസ് എ മാർക്കറ്റിംഗ് എക്സ്പേർട്ട്. ഷുവർ. ഞങ്ങൾ ഇതിനകത്തേക്ക് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഞാൻ 2022 വരുന്നത്. അപ്പോൾ അന്നുള്ള പ്രോഡക്റ്റ് എന്ന് പറയുന്നത് പ്രോഡക്റ്റ് നല്ലതാണ്, ക്വാളിറ്റി ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷേ വിലയുടെ ഒരു പ്രശ്നമുണ്ട്. ഒരു കാറ്റഗറി ആളുകൾക്ക് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ്. പിന്നീടാണ് നമ്മളൊരു പോപ്പുലർ മാർക്കറ്റിലേക്ക് ഇതിനെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 4 മാസം, ഒക്ടോബറിലാണ് നമ്മൾ പുതിയ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തത്. ഇപ്പോൾ റീസെൻ്റ്ലി നമ്മൾ ആദ്യം ഉദ്ദേശിച്ചത് തന്നെ ഒരു പ്രൈസ്, അതൊരു വലിയ ഒരു കാര്യം തന്നെയാണ്. കമ്പാരിറ്റീവ്ലി മറ്റ് ബ്രാൻഡുകളുമായിട്ട്, കോമ്പറ്റീറ്റർ ബ്രാൻഡുകളുമായിട്ട് ഒത്തു പോകുന്ന ഒരു പ്രൈസ് പ്ലസ് അതിനൊക്കെ ക്വാളിറ്റി. അതാണ് നമ്മൾ ആദ്യം നമ്മുടെ മുമ്പിലുണ്ടായിരുന്ന ഒരു ചലഞ്ച്. പക്ഷേ നല്ല നാപ്കിനുകൾ ഉണ്ടാക്കി കൊടുക്കുന്ന ആൾക്ക് ഇങ്ങനെ ഒരു ഐഡിയയെക്കുറിച്ച് കിട്ടി മീൻസ് അത് ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ നമ്മളങ്ങനെ ഇറക്കി. ഒക്ടോബറിൽ നമ്മൾ ലോഞ്ച് ചെയ്തു. ലോഞ്ച് ചെയ്ത സമയത്ത് വളരെ ഒരു 5 പാക്കറ്റ് 6 പാക്കറ്റൊക്കെയാണ് നമ്മൾ കടകളിലൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ടീം ചെല്ലുന്ന സമയത്ത് ചിലപ്പോൾ ഒരു 6 പാക്കറ്റ് വെച്ചോ, അതിൽ പോകത്തൊന്നുമില്ല എന്നുള്ളൊരു സ്റ്റൈലായിരുന്നു. പിന്നീട് നമ്മളത് ഡെവലപ്പ് ചെയ്ത് വന്നപ്പോൾ റീപർച്ചേസുകൾ നമുക്ക് നന്നായിട്ട് വന്നു. ഒരു 80% എബോവ് കൺവേർഷൻ റേറ്റ് ഉണ്ടായി. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. ഇതൊരു പ്രൊഡക്റ്റ് ഒരു വിസിബിലിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു നമ്മൾ പല സ്ഥലത്ത് പോകുമ്പോൾ കാണാം ഈ ഒരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഫുള്ള് പാക്കഡ് ആയിരിക്കും. ഈ ഒരു കാറ്റഗറി ശംഭു ശ്രദ്ധിച്ചാൽ മതി. പല സ്ഥലത്ത് പോകുമ്പോൾ ഈ ഒരു കാറ്റഗറിയിലേക്ക് ഇനിയെങ്കിലും ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. അത്രയ്ക്കും പ്രൊഡക്റ്റ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും. അതിനകത്ത് നമുക്കൊരു സ്പേസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. ഈ സ്റ്റോറിലേക്ക് ചെല്ലുമ്പോൾ ആ കണ്ട ഹോർഡിങ്സും ആ പരസ്യം മൈൻഡിലോട്ട് വന്നാൽ മാത്രമേ അത് മതി എന്ന് ആ ഒരു ചിന്തയാണ് ആളുകൾക്ക് വരിക. തീർച്ചയായിട്ടും അതാണ് മെയിൻ ചലഞ്ച്. നമ്മുടെ മുമ്പിലുള്ള ഒരു ചലഞ്ച് എന്ന് പറയുന്നത് മെയിനായിട്ട് ഫസ്റ്റ് വന്ന അതാണ്. ആളുകളെ ഉപയോഗിച്ച് നോക്കുക, ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുക. അതിന് നമ്മുടെ ഉണ്ടായിരുന്നത് ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് രൂപപ്പെടുത്തുകയാണ് ഫ്രീ സാമ്പിളിങ്. നമ്മുടെ സാമ്പിൾസ് പല പല എക്സിബിഷനുകളിലും എവിടെ ഒരു വുമൻ ക്രൗഡ് ഉണ്ടോ അവിടെയൊക്കെ നമ്മൾ ഫ്രീ സാമ്പിളിങ് സോണുകൾ ഉണ്ടാക്കി. മീൻസ് ചെറിയ സ്റ്റോളുകൾ എടുത്തു, അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. പിന്നെ അവർക്ക് ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് ഞങ്ങളൊരു സൈറ്റ് ഉണ്ടാക്കി. ഒരു നോർമൽ സൈറ്റിൽ നിന്ന് അവർക്ക്, വെബ്സൈറ്റിൽ നിന്ന് അവർക്ക് പർച്ചേസ് ചെയ്യാവുന്ന ഇതുണ്ടാക്കി. അങ്ങനെ യൂസേഴ്സ് കൂടി. ട്രൈ ഇറ്റ് ആൻഡ് ലെറ്റ് us know എന്നുള്ളൊരു കോൺസെപ്റ്റ് അതാണ് നമ്മൾ കൊണ്ടുവന്നത്. ശരിക്കും നമ്മുടെ വെബ്സൈറ്റിലും നമുക്കൊരു ഫ്രീ ട്രയൽ പാക്കിനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ വെബ്സൈറ്റിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഒരു ഫ്രീ ട്രയൽ പാക്ക്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക, അഡ്രസ്സ് ടൈപ്പ് ചെയ്യുക, വേറെ ഒന്നും ചെയ്യണ്ട. വീട്ടിലേക്കൊരു സാമ്പിൾസ് ഉള്ള ഒരു പാക്ക് വരും. യൂസ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ വാങ്ങുക, മാർക്കറ്റിൽ പോയി സാധനം വാങ്ങാം. കാരണം അത് പ്രൊഡക്റ്റിൽ നമ്മൾ അത്ര കോൺഫിഡന്റ് ആണ്. ഇപ്പൊ നമ്മുടെ പ്രൊഡക്റ്റിനകത്തുള്ള കോൺഫിഡൻസ് കൊണ്ട് മാത്രമാണ് ഞങ്ങളൊരു TV അഡ്വർടൈസ്മെന്റ് എന്നുള്ളതിൽ പോകാതെ ആ പൈസ ആൾക്കാർക്ക് പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ കൊടുക്കുക എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് മാറ്റിയത്. അങ്ങനെ നോക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത തീർച്ചയായിട്ടും ആൾക്കാർക്ക് അറിയേണ്ട ഒരു കാര്യം അതായിരിക്കും. വൈ ഷുഡ് ഐ ബൈ ദിസ്? ഇതിൻ്റെ ഒരു കോർ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്തായിരിക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ നിർമ്മാണത്തിൻ്റെ ടൈമിൽ ഉള്ള അതിൻ്റെ ഒരു ഡിഫറൻസ് എന്തായിരിക്കാം, അതിൻ്റെ ഒരു പ്രത്യേകത എന്തായിരിക്കും? സാനിയ കൊണ്ട് നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു ADL എന്ന് പറയുന്നത് അക്വിസിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ലെയർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടോപ്പിൽ വരുന്ന ഒരു ലെയറാണ്. അപ്പോൾ അതിൽ നമ്മൾ ഏകദേശം 9 ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ആണ്, കുറച്ച് ഹെർബൽ മെറ്റീരിയലുകളുണ്ട്, പിന്നെ ഗ്രാഫീൻ ഉണ്ട്. ഈ ഗ്രാഫീൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗ്രാഫീൻ എൻഡോർഫിൻ ഹോർമോണിനെ ബൂസ്റ്റ് ചെയ്യും. എൻഡോർഫിൻ എന്ന് പറഞ്ഞാൽ ഹാപ്പി ഹോർമോൺ എന്ന് പറയും. അപ്പോൾ ഈ ഹാപ്പി ഹോർമോൺ സാധാരണ പെയിൻ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ കുറച്ചുകൂടി മൂഡ് സ്വിങ്സിൽ നിന്നൊക്കെ മാറിയിട്ട് ഒരു ബെറ്റർ മൂഡ് വരും. ഇപ്പോൾ ഒരു ഹോർമോണൽ ബാലൻസിന് അത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ നെഗറ്റീവ് അയോൺ ഉണ്ട് അതിൽ. ഇപ്പോൾ സാനിയോൺ എന്നുള്ള പേര് പോലും സാനിറ്ററി നാപ്കിൻ വിത്ത് അനിയോൺ എന്നുള്ളതാണ്. അത് നെഗറ്റീവ് അയോൺ. അയോൺ ആണ് നെഗറ്റീവ് അയോൺ. അപ്പോൾ ഈ നെഗറ്റീവ് അയോൺ എന്ന് പറഞ്ഞാൽ ഓക്സിജൻ. അപ്പോൾ ഓക്സിജൻ ജനറേറ്റ് ചെയ്യുന്ന നെഗറ്റീവ് അയോൺ അതിലുണ്ട്. അതുപോലെ നാനോ സിൽവർ, ആൻറ്റി ബാക്ടീരിയൽ ഫീച്ചേഴ്സിന് വേണ്ടി നാനോ സിൽവർ ഉണ്ട്. പിന്നെ മാഗ്നറ്റ് ഉണ്ട്. മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ ബ്ലഡിലെ മൈക്രോ സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യും. അപ്പോൾ ബ്ലഡിലെ മൈക്രോ സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ നോർമൽ ആയിട്ടുള്ള പെയിൻ കുറയും. സാധാരണ പെയിൻ ഉണ്ടാകുന്നത് യൂട്രസിൽ ശരിക്കും കുറേ ബ്ലഡ് വെയിൻസ് വന്നിട്ട് അതിൽ ബ്ലഡ് ഈ എൻഡോമെട്രിയൽ ലെയറിനെ പുഷ് ചെയ്ത് ഇളക്കിയിടുക ചെയ്യുന്നത്. അപ്പം ഒരു ലെയർ ഫോം ആവും, എൻഡോമെട്രിയം എന്നൊരു ലെയർ ഫോം ആവും. ഈ ലെയറിനെ ഇളക്കി കളയാൻ വേണ്ടിയിട്ട് ബ്ലഡ് വന്നിങ്ങനെ കുറേ ഹോൾസ് ഉണ്ടാവും. അപ്പോൾ അതിൽ വന്ന് പുഷ് ചെയ്തിട്ട് ലെയർ ഇളകി വീഴും. ആ ഇറങ്ങി വീഴുന്ന ലെയറും അതാണ് ബ്ലഡ് കട്ടായിട്ട് വരുന്നു എന്നൊക്കെ പറയുന്നത് ഈ ലെയറാണ്. അപ്പോൾ ഈ ലെയറും ആ ഇളക്കി പുഷ് ചെയ്ത് വരുന്ന ബ്ലഡും കൂടിയാണ് പീരീഡ്സ് ആയിട്ട് പുറത്തോട്ട് വരുന്നത്. അപ്പോൾ ഇതിന് വേണ്ടത്ര ഒരു പ്രഷറിലുള്ള ഫ്ലോ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ യൂട്രസ് സാധാരണ ഇത് കംപ്രസ് ചെയ്യാൻ തുടങ്ങും, പമ്പിങ് കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കാത്ത കുറേ മസിൽസ് ഒക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ജിമ്മിൽ പോയാൽ എന്താവും, പിറ്റേ ദിവസം എണീക്കാൻ പറ്റില്ല. അതേപോലെ ഈ ഉപയോഗിക്കാത്ത മസിലൊക്കെ പമ്പിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുമ്പോൾ പെയിൻ, മസിൽസിനൊക്കെ പെയിൻ തുടങ്ങും. അതാണ് ചിലർക്ക് കാലിന് വേദന,
നടുവേദന, ബാക്ക് പെയിൻ, സൈഡിലൊക്കെ പെയിൻ വരുന്നത്. അപ്പം അവർ ഹോട്ട് വാട്ടർ ബാഗൊക്കെ വെക്കും. ഹോട്ട് വാട്ടർ വെക്കുമ്പോൾ സാധാരണ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ആവും. ചൂട് വരുമ്പോൾ ആ ഭാഗത്തോട്ട് സർക്കുലേഷൻ ഇമ്പ്രൂവ് ആവും. അപ്പം നല്ല സർക്കുലേഷൻ വരുമ്പോൾ പെയിൻ കുറയും. ഇത് ബേസിക് ആയിട്ട് നടക്കുന്നത്. അപ്പം നമ്മളതിന് ഹോട്ട് വാട്ടറിന് പകരം നമ്മൾ മാഗ്നറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാഗ്നറ്റ് വന്നു കഴിയുമ്പം മാഗ്നറ്റിൻ്റെ ബ്രേസ്ലെറ്റ് ഒക്കെ ചിലർ ഉപയോഗിക്കുന്നതാണ്. അതുപോലെ മാലയിലൊക്കെ മാഗ്നറ്റ്, അത് ഈ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇതിൽ നമ്മൾ നാപ്കിനിൽ മാഗ്നറ്റ് കൊടുത്തു കഴിയുമ്പം ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ആവും, പെയിൻ കുറച്ച് കുറയും. അതുപോലെ തന്നെ ഗ്രാഫീനും അത് ഹെൽപ്പ് ചെയ്യും. അപ്പം ഇങ്ങനെ എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു ഇതാണ് ഈ പെയിൻ കുറയ്ക്കുക, മൂഡ് സ്വിങ്സ് മാറ്റുക എന്നൊക്കെ പറഞ്ഞ് ഒരു. അപ്പോൾ അതൊരു കംപ്ലീറ്റ്ലി ടെക്നോളജി ആഡ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. പിന്നെ അതിൽ ആൻറ്റി ഓക്സിഡൻറ്റ് കൊടുത്തിട്ടുണ്ട്, ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ അത് ബോഡിയിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പം അങ്ങനെ അത് ഒരു ടെക്നോളജി ഇതായിട്ടുള്ള പ്രൊഡക്റ്റ്, ഹൈ എൻഡ് വാല്യൂ. അതിൻ്റെ തന്നെ ഇനി ബേസ് ക്വാളിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ വിൽക്കുന്നത് വെറും 49 രൂപയ്ക്കാണ്. ഒരു പാക്കറ്റിന് വില 49 രൂപയുള്ളൂ. 49 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന എല്ലാ ഫീച്ചേഴ്സും നമ്മളതിൽ കൊടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുണ്ട്. ലീക്ക് പ്രൂഫായിട്ട് സൈഡിൽ ഹൈഡ്രോഫോബിക് ലെയർ കൊടുത്തിട്ട് ലീക്ക് പ്രൂഫ് ആക്കിയിട്ടുണ്ട്. പിന്നെ ബ്രീത്തബിൾ ആണ്. ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ബ്രീത്തബിലിറ്റിയാണ്. അതായത് എയർ പാസ് ചെയ്യുന്ന മെറ്റീരിയലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 100% ബ്രീത്തബിളാണ്. ഈ ബ്രീത്തബിൾ ടെക്നോളജി ഇന്ത്യയിൽ വേറെ ആരും ചെയ്യുന്നില്ല, ഞങ്ങൾ മാത്രമേ മാനുഫാക്ചർ ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ മാർക്കറ്റിൽ കാണുന്ന അപൂർവമായിട്ടേ ഉണ്ടാവുള്ളൂ. ഉള്ള ബ്രീത്തബിൾ പ്രൊഡക്റ്റുകളൊക്കെ ഞങ്ങൾ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനികളുടെ ആയിരിക്കും. അല്ലാതെ മറ്റ് കമ്പനികളൊന്നും ബ്രീത്തബിൾ പ്രൊഡക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ എയർ പാസ് ചെയ്യുക എന്ന് പറയുന്നത് ഇതിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ഇപ്പോൾ സാധാരണ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഇഷ്യൂ ആണ് അലർജി, റാഷസ്. ഏറ്റവും കോമൺ ആയിട്ട് നമുക്ക് ഫുഡ് അലർജി ഉണ്ട്, അല്ലാത്ത അലർജി ഉണ്ട്. ഈ സാനിറ്ററി നാപ്കിൻ ഉപയോഗിക്കുമ്പോൾ അലർജി വളരെ കൂടുതൽ. ഇപ്പോൾ റീസൺ എന്ന് പറഞ്ഞാൽ ഈ നാപ്കിനിൽ നമ്മൾ ഒരു 2.5 മണിക്കൂർ കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ 1 ക്യൂബിക് സെൻറ്റിമീറ്ററിൽ ഏകദേശം 107 തരം ബാക്ടീരിയ ഉണ്ടാവും. ഇതിൽ ഒരു 80-85% അൺഎയറോബിക് ബാക്ടീരിയ, ഫ്രഷ് എയർ ഇല്ലാത്തതുകൊണ്ട് മാത്രം ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ ഹ്യൂമിഡിറ്റി ഉള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ ഭയങ്കര ഒരു ചൂടും ഒരുപാട് വേർപ്പും ഒക്കെ ഉണ്ടാവും. ഈ വേർപ്പിൽ കൂടെ വേറെ വേറെ ബാക്ടീരിയ ഫോം ആവും. പിന്നെ വേർപ്പ് വന്ന് നിൽക്കുന്നിടത്ത് മെറ്റീരിയൽ വരയുമ്പം പെട്ടെന്ന് പൊട്ടും, സ്കിന്നിൽ പൊട്ടൽ വരും, റാഷസ് വരും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ കോമൺ ആയിട്ടുണ്ടാകുന്നത്. അപ്പോൾ ഇതെല്ലാം അവോയ്ഡ് ചെയ്യാൻ ഇതിന് എയർ സർക്കുലേഷൻ കൊടുത്താൽ മതി. അപ്പോൾ ഇവർ സാധാരണ പല കമ്പനികളും എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ബാഡ് സ്മെൽ ഒഴിവാക്കാൻ വേണ്ടി പെർഫ്യൂം ആഡ് ചെയ്യും. പക്ഷേ ഈ പെർഫ്യൂം അലർജി ഉണ്ടാക്കും, പ്രശ്നം ഉണ്ടാക്കും, റാഷസ് ഉണ്ടാക്കും. പെർഫ്യൂം ചില ആൾക്കാരുടെ സ്കിന്നിൽ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ ഇതിനെ അവോയ്ഡ് ചെയ്യാനെല്ലാം പറ്റുന്ന ഒരേ ഒരു വഴി എന്ന് പറഞ്ഞാൽ ഇത് ബ്രീത്തബിൾ ആക്കുക, എയർ പാസ് ചെയ്യാനായിട്ട്. എയർ പാസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അൺഎയറോബിക് ബാക്ടീരിയ ഫോം ആവില്ല, ബാഡ് സ്മെല്ലുണ്ടാവില്ല, ചൂടുണ്ടാവില്ല, വേർക്കില്ല. അപ്പോൾ ആ ഒരു വലിയ ഏരിയ മുഴുവൻ നമുക്ക് ഈ ഇതിൽ കവർ ചെയ്യാൻ പറ്റും. ഇത് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുക എന്നുള്ളതൊരു ആക്ച്വലി തീർച്ചയായിട്ടും അതാണ് ചലഞ്ചും ടാസ്കും അല്ല. കൊച്ചിയാണ് ഇപ്പോൾ ഒരു എക്സിബിഷൻ ഹബ്ബാണ്. എല്ലാ ആഴ്ചയിലും ഏതെങ്കിലുമൊക്കെ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അവിടെ ചെയ്യുമ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് എല്ലാം ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് അവർക്ക് പ്രൂവ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ. അതായത് മറ്റൊരു നാപ്കിനും ഒരു ഓർഡിനറി നാപ്കിനും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമ്മുടെ എക്യുപ്മെൻറ്റ്സ് എല്ലാം വെച്ച് നമ്മളിതുവരെ മുമ്പിൽ വെച്ച് പ്രൂവ് ചെയ്ത് കൊടുക്കുക. സോ അവർക്ക് ഉണ്ടാകുന്ന നമ്മുടെ കണ്ണുകൊണ്ട് കാണുമ്പോൾ വിശ്വസിക്കുന്ന ഒരു ഇതുണ്ടല്ലോ, അത് നമ്മൾ പറഞ്ഞ ആ ബ്രീത്തബിലിറ്റി മറ്റുള്ള പാഡുകളിൽ ഇല്ലാത്ത ഒരു സംഭവം ഇതിലുണ്ട് എന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കൊടുക്കുകയാണ്, പറയുകയല്ല ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അതൊന്ന് പ്രാക്ടിക്കലി ഇവിടെ ഒന്ന് ഒരു ഡെമോ പോലെ, കാരണം ഇതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കാണെങ്കിലും ഡൗട്ട്സ് ഉണ്ടാകാം, നമുക്കൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. ഇതിന് നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അല്ലേ? ഇത് നമ്മൾ ബ്രീത്തബിലിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തൊരു ഡിവൈസാണ്. കാരണം പല ആൾക്കാരും നമ്മളോട് ചോദിക്കാറുണ്ട്, എയർ പാസ് ചെയ്യുന്ന സമയത്ത് ലീക്ക് ചെയ്യുമോ എന്നുള്ളൊരു സംശയം ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതിൽ ഈ സൈഡിൽ വെച്ചിരിക്കുന്ന ഇത് സാനിയോൻ്റെ പാഡാണ്. ഇത് മാർക്കറ്റിലെ ഒരു ലീഡിങ് കോമ്പറ്റീറ്റീവ് ബ്രാൻഡാണ്. അപ്പോൾ ഇത് നമ്മളിതിൽ വെള്ളം ഒഴിക്കുന്നത് എയർ പാസ് ചെയ്യുന്നത് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൽ പ്രസ് ചെയ്യുമ്പോൾ എയർ ഇതിലൂടെ പാസ് ചെയ്ത് മുകളിലോട്ട് വരും. പക്ഷേ അത് മനസ്സിലാവണമെങ്കിൽ നമുക്ക് വെള്ളം ഒഴിച്ചാലേ മനസ്സിലാവുള്ളൂ. ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതിൽ പ്രസ് ചെയ്യുമ്പോൾ നല്ല ബബിൾസ് വരുന്നതായിട്ട് കാണാൻ പറ്റും. കാരണം ഇത് എയർ പാസ് ചെയ്ത് വരുന്നതുകൊണ്ടാണ്. ഇതിൽ മെറ്റീരിയൽ കൂടെ എയർ പാസ് ചെയ്യും, പക്ഷെ വെള്ളം താഴോട്ട് ലീക്ക് ആവില്ല. ഇപ്പോൾ താഴെ നോക്കി കഴിഞ്ഞാൽ ലീക്കേജ് ഒന്നും ഉണ്ടാവില്ല. അതേസമയം മാർക്കറ്റിലെ ലീഡിങ് ബ്രാൻഡായിട്ടുള്ള ഒരു പ്രൊഡക്റ്റായത് ഇത് ടൈറ്റായി. ഇപ്പോൾ ഇതിൽ വേറെ എയർ പാസ് ചെയ്യാനില്ല. ഇതിൽ എയർ പാസ് ചെയ്യുന്ന മെറ്റീരിയൽ അല്ലാത്തതുകൊണ്ടാണ് അതിൽ ബബിൾസ് ഒന്നും വരാത്തത്. ഒരു UV ടോർച്ചാണിത്. UV ടോർച്ച് സാധാരണ നമ്മൾ കെമിക്കൽ യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാനാണ്. ഇപ്പം ചില റീസൈക്കിൾഡ് മെറ്റീരിയലൊക്കെ ആണെങ്കിൽ ഇതിൽ ഇതുപോലെ ബ്ലൂ കളർ കാണാൻ പറ്റും. പ്രൊഡക്റ്റിൽ അടിക്കുമ്പോൾ കളർ കാണാൻ പറ്റും. ചില നാപ്കിൻസിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ
കളർ കാണാൻ പറ്റും. ഇത് ഉപയോഗിക്കുന്നത് ഹെൽത്ത് വൈസ് നല്ലതല്ല. ടൈറ്റാനിയം ഡയോക്സൈഡ് എന്ന് പറഞ്ഞൊരു കെമിക്കലാണ് ഇതിൽ കാണുന്നത്. അതേസമയം ഇപ്പം സാനിയോണിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ഒട്ടും ഉണ്ടാവില്ല. അപ്പം അത് ഒന്നിച്ച് കണ്ടാലേ മനസ്സിലാവുള്ളൂ. ഇതല്ലേ സാനിയോണിൽ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു കളർ കാണില്ല. നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാം ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കലുകളൊന്നും ഉപയോഗിക്കാതെയാണ് മെറ്റീരിയലൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാം പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽസാണ്. ഇതിൻ്റെ ഒരു അബ്സോർഷനും കൂടി നോക്കാം. ഇതിൽ 60 ml ആണ് നമ്മൾ ഒഴിക്കുന്നത്. 60 ml എടുക്കാനുള്ള കാരണം സാധാരണ നോർമൽ പീരീഡ്സിൽ നിന്ന് പറഞ്ഞാൽ ഒരു 45 to 50, 60 ml ഒക്കെയാണ് മാക്സിമം ഫ്ലോ ഉണ്ടാകുന്നത്. ഇതിൽ 60 ml എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ പ്ലെയിൻ വാട്ടറാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഫാക്ടറിയിൽ ലാബ് ടെസ്റ്റൊക്കെ ചെയ്യുന്നത് ആർട്ടിഫിഷ്യൽ മെൻസ്ട്രൽ ബ്ലഡ് കൊണ്ടാണ്. ഇത് മാർക്കറ്റിൽ ഇപ്പോൾ കിട്ടുന്നതിൽ ഒരു ലീഡിങ് ബ്രാൻഡാണ്. ലീഡിങ് ബ്രാൻഡിൻ്റെ ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. അത് മാർക്കറ്റിൽ കിട്ടുന്നതിൽ ഏറ്റവും പ്രീമിയം പ്രൊഡക്റ്റാണ്. അതിൽ വിസിബിളി കാണാൻ പറ്റും വെള്ളം എത്രത്തോളം അബ്സോർവ് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. കുറച്ച് സമയം കൊടുക്കാം. ഇത് പ്രസ് ചെയ്യാതെ തന്നെ അതിൽ വ്യത്യാസം കാണാൻ പറ്റും. മാക്സിമം വെയിറ്റ് എടുത്താലും അതിലോട്ടും പുറത്തോട്ട് വരില്ല. ഡ്രൈ ആയിരിക്കും. അതാണ് ഇതിൻ്റെ അബ്സോർപ്ഷനിലുള്ളൊരു വ്യത്യാസം. വളരെ ഹൈ ആയിട്ട് അബ്സോർവ് ചെയ്യും, വളരെ സ്പീഡായിട്ട് അബ്സോർവ് ചെയ്യും. സ്പീഡും വളരെ കൂടുതലായിരിക്കും. ഏതൊക്കെ ടൈപ്പ് ഓഫ് പാഡ്സ് ഇപ്പം നേരത്തെ ഓൾറെഡി പറഞ്ഞു, ഏതൊക്കെയാണ് നമ്മൾ സെല്ലിംഗ് പെർസ്പെക്റ്റീവ്? ഇപ്പം നമ്മൾ നിലവിൽ നമ്മുടെ ഒരു പ്രീമിയം പാഡ് ഉണ്ട്, ഒരു ബഡ്ജറ്റ് പാഡ് ഉണ്ട്. ഓക്കെ, രണ്ടെണ്ണമാണ്. ബാക്കി ഒരു 3-4 വേരിയന്റ് ഇപ്പം നമ്മൾ അടുത്ത മാസം ലോഞ്ച് ചെയ്യും. ഞങ്ങൾ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്ത്, അതായത് ആളുകളുടെ അക്സെപ്റ്റൻസ് എങ്ങനെയാണെന്ന് അറിയണമല്ലോ. നമ്മൾ മാർക്കറ്റിലേക്ക് ഒരു സാധനം കൊടുക്കുമ്പോൾ അവരാഗ്രഹിക്കുന്നത് ഇതിനേക്കാൾ കൂടുതൽ കംഫർട്ട് വേണമെന്നാണ്. അതായത് പ്രശ്നം എന്താ വെച്ചാൽ ഒരു പുതിയ ബ്രാൻഡ് ചെന്നു, അവിടുന്ന് ആളുകൾ ഉപയോഗിച്ച് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അവരുടെ കംഫർട്ട് സോൺ വേറെ ലെവലിലേക്ക് ചിന്തിക്കും അവർ. ഓട്ടോമാറ്റിക്കലി അല്ല, നമ്മൾ അപ്ഗ്രേഡ് ചെയ്യില്ല, അതേ സെയിം ആ ഒരു അപ്ഗ്രേഡ് അവരും ചിന്തിക്കും. അപ്പൊ നമ്മൾ അതിനുള്ള പ്രൊഡക്റ്റ് കൊടുക്കുക എന്നുള്ളതാണ്. താഴെ പോകാൻ പറ്റില്ല. അപ്പൊ ഞങ്ങൾ ഇപ്പോൾ 49 rupees ഇനി അടുത്തത് 76 ഒരു മിഡ് വേരിയന്റ് വരുന്നു. അങ്ങനെയുള്ള പല ടൈപ്പിലുള്ള പാക്കുകളും പല വേരിയന്റുകളും ഇപ്പോൾ ഏപ്രിലോടുകൂടി നമ്മൾ ലോഞ്ച് ആവും. സോ നമ്മുടെ ഒരു ആദ്യത്തെ ഒരു സെഗ്മെന്റ് എന്ന് പറഞ്ഞൊരു പരീക്ഷണം തന്നെയായിരുന്നു അത്. അതുകൊണ്ട് നമ്മൾ പുതിയ പുതിയ വേരിയൻസ് ഏപ്രിലോടുകൂടി, എനിക്ക് ഏപ്രിൽ എൻഡ് ആകുമ്പോഴേക്കും നമ്മൾ ലോഞ്ച് ചെയ്യും. ഈ ക്യാഷ് ബാക്ക് ആൻഡ് അതർ പോളിസീസ് നിങ്ങൾക്ക് ഉണ്ടല്ലോ, അതൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ. ക്യാഷ് ബാക്ക് ആൻഡ് റിട്ടേൺ പോളിസി ഇതുവരെ ആരും ചെയ്തിട്ടില്ല ഇൻഡസ്ട്രിയിൽ. 49 രൂപയുടെ ഒരു പ്രൊഡക്റ്റിന് പോലും മണി ബാക്ക് നമ്മൾ കൊടുക്കുന്നത്. അത് നിങ്ങളുടെ പ്രീമിയം അല്ലാത്ത പ്രൊഡക്റ്റ് അല്ലേ? പ്രീമിയം അല്ലാത്ത ബേസിക്. പിന്നെ ഉള്ളത് 70 ഇറങ്ങാൻ പോകുന്നു. ഞങ്ങൾ എല്ലാത്തിനും മണി ബാക്ക് ഗ്യാരണ്ടി ഓഫർ ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് ഇതൊരു പാക്കറ്റ് പോലും റിട്ടേൺ വന്നിട്ടില്ല. പിന്നെ ആളുകളുടെ ടേസ്റ്റ് പല രീതിയിലാണ്. അപ്പോൾ അങ്ങനെ ചിലർക്ക് ചില ബ്രാൻഡ് മാത്രമേ ഉപയോഗിച്ചാൽ ചിലപ്പോൾ ശരിയാവുള്ളൂ. അങ്ങനെ മൈൻഡ് സെറ്റ് ആൾക്കാർ ഇത് എടുക്കില്ല. സാറ്റിസ്ഫൈഡ് അല്ലാത്ത ആൾക്കാരാണ് പൊതുവെ പുതിയൊരു പാക്കറ്റ് ട്രൈ ചെയ്യുന്നത്. അപ്പൊ അവരെ സംബന്ധിച്ച് അത് അവർ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകളിലും ബെറ്റർ ആയാൽ മതി. ഇപ്പൊ നമുക്കറിയാവുന്ന ഒരു കാര്യം തന്നാല് ഇപ്പം നമ്മുടെ സാനിയോണ്ട് സൂപ്പർ സോഫ്റ്റ് മാക്സി എന്ന് പറഞ്ഞ പ്രൊഡക്റ്റാണ് ഇപ്പം നമ്മൾ 49 rupees കൊടുക്കുന്നത്. അപ്പോൾ ഇതിന്റെ തന്നെ സാനിയോൺ സൂപ്പർ സോഫ്റ്റ് അൾട്ര വരുന്നുണ്ട്. ഇപ്പൊ അടുത്ത മാസം നമ്മൾ ലോഞ്ച് ചെയ്യുന്നതിൽ ഇതിന്റെ തന്നെ അൾട്ര ഉണ്ട്. അൾട്ര തിൻ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. വളരെ തിന്നായിട്ടുള്ള പാഡ് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് തിക്ക് ആയിട്ടുള്ള പാഡ് പറ്റില്ല. മനസ്സിലായി. പക്ഷെ തിക്ക് ആയിട്ടുള്ളവർക്ക് തിന്നും പറ്റില്ല. അപ്പം നമ്മളിപ്പം ഈ സൂപ്പർ സോഫ്റ്റ് മാക്സി ഇറക്കിയതിന് ശേഷം ഒരുപാട് പേര് നമ്മളോട് ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് ഇതിന്റെ അൾട്രത്തിന്റെ ഉണ്ടോ? ഇത് സംഭവമൊക്കെ കാരണം സാമ്പിൾ അവർക്ക് ഇഷ്ടപ്പെട്ടു, നല്ല കംഫർട്ടബിൾ ആണ്, എല്ലാമാണ്. പക്ഷെ അവർക്ക് ഫ്ലോ കുറച്ചുകൂടി കൂടുതലുണ്ട്. കാര്യം തിക്ക് പാഡുകൾക്ക് അബ്സോർപ്ഷൻ കുറവായിരിക്കും, തിൻ പാഡുകൾ നന്നായിട്ട് അബ്സോർവ് ചെയ്യും. ശരിക്കും ആൾക്കാരുടെ മൈൻഡിലുള്ളത് കട്ടി കൂടുന്തോറും കൂടുതൽ അബ്സോർപ്ഷൻ കൂടുന്നതാണ് ആളുകളുടെ മൈൻഡ് സെറ്റ്. ശരിക്കും പറഞ്ഞാൽ കട്ടി കുറഞ്ഞ അൾട്രാ തിൻ ആവുമ്പോഴാണ് ഇതിന്റെ അബ്സോർപ്ഷൻ കൂടുന്നത്. അതിന്റെ ഒരു പുതിയൊരു കൾച്ചർ ലെവല് ഞങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പുതിയൊരു തിൻ പാഡ്സ് ഇറക്കി. ഇനി വരുന്ന പുതിയ വേരിയന്റ് എല്ലാം തിന്നാണ്, അൾട്രാ തിൻ പാഡ്സ് ആണ്. അപ്പൊ അൾട്രാ തിന്നിനകത്തൊരു 2 വേരിയന്റ് കൂടി ഇപ്പൊ വന്നു കഴിയുമ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പൊ നിലവിലുള്ള പ്രൊഡക്റ്റിൽ കുറച്ചെങ്കിലും ഒരു സാറ്റിസ്ഫൈഡ് അല്ലാത്ത ആൾക്കാർക്ക് വേണ്ടത് കുറച്ചുകൂടി കൂടുതൽ അബ്സോർഷനും തിന്നായിട്ടുള്ളതുമാണ്. അപ്പൊ അതും കൂടി വന്നു കഴിയുമ്പോൾ പിന്നെ
എല്ലാ ടൈപ്പ് ആൾക്കാർക്കും വേണ്ട പ്രൊഡക്ട്സ് എന്നുള്ളൊരു ഇതിലുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ റേറ്റിന്റെ കാര്യം അതുകൊണ്ട് ചോദിച്ചത്. കാരണം ഇപ്പം നമ്മൾ ഒരു പ്രീമിയം, നിങ്ങളുടെ പ്രീമിയം ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണെങ്കിൽ പോലും ഏത് തരത്തിൽ വരെയുള്ള കസ്റ്റമേഴ്സിന് അത് മേടിക്കാൻ പറ്റും എന്നുള്ള ക്വസ്റ്റൻ അതിന് ഷോർട്ട് നിങ്ങൾ ഇപ്പം ആൻസർ പറഞ്ഞു. അത് അതേ പ്രൊഡക്റ്റ് തന്നെ തിരിച്ച് അതിന്റെ ഇപ്പോൾ സാർ പറഞ്ഞു നമ്മൾ 230 രൂപയുടെ പ്രൊഡക്റ്റ് പറഞ്ഞില്ലേ, അപ്പൊ അതിന്റെ സിമിലർ ക്വാളിറ്റിയിലുള്ള ഒരു പ്രൊഡക്റ്റ് നമ്മളിപ്പോൾ ലോഞ്ച് ചെയ്യുന്നതിൽ കൂടുതലുണ്ട്. അത് നമ്മൾ ഇട്ടിരിക്കുന്ന പേര് സാനിയോൺ ആക്റ്റീവ് ലൈഫ് സ്റ്റൈലിനാണ്. ഈ ആക്റ്റീവ് ലൈഫ് സ്റ്റൈലിന് ഇടാനുള്ള കാരണം തന്നെ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ജോലി ചെയ്യുന്ന ആൾക്കാരും സ്റ്റുഡൻസും അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളൊരു സ്പെഷ്യൽ പ്രൊഡക്റ്റ് ആണ്. അതിന്റെ ഒരു റീസൺ പെയിൻ കുറയ്ക്കും, പറഞ്ഞുള്ള മൂഡ് സ്വിങ്സിന്റെ ഇഷ്യൂസ് ഇതൊക്കെ കവർ ചെയ്യും, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അതിലുണ്ട്. അതിനേക്കാളൊക്കെ പുറമെ അതിന്റെ വേറൊരു പ്രത്യേകത, ഇത് ഭയങ്കര സ്പീഡിൽ അബ്സോർവ് ചെയ്യും. ഞാൻ പറയുന്നത് എത്ര കൂടുതൽ അബ്സോർവ് ചെയ്യുന്നല്ല, സ്പീഡ് കൂടുതലാണ്. ശരിക്കും 230 ml ഉള്ളത് അബ്സോർവ് ചെയ്യും, അതിനേക്കാളും ഉപരി അത് ഭയങ്കര സ്പീഡ് കൂടുതലാണ്. അപ്പം അതിൻ്റെ ഒരു ആവശ്യം എന്ന് പറഞ്ഞാൽ സാധാരണ ഇരിക്കുന്ന സമയത്ത് ഇപ്പോൾ വർക്കിംഗ് വുമൻസും സ്റ്റുഡൻസ് ഒക്കെ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ, ഇരിക്കുന്ന സമയത്ത് ഫ്ലോ ഹോൾഡ് ആയിരിക്കും, എന്നിട്ട് എണീക്കുമ്പോൾ ഒരു സഡൻ ഫ്ലോ വരും. അപ്പോൾ ഇവർക്ക് പെട്ടെന്ന് എണീറ്റിട്ട് അങ്ങ് നടക്കാൻ പറ്റില്ല, എണീറ്റ് നടന്നു കഴിഞ്ഞാൽ അത് ലീക്കാവും. അപ്പോൾ നമ്മൾ ശരിക്കും ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ പല ഓഫീസുകളിലൊക്കെ കാണാം, ചില എണീറ്റിട്ട് ബുക്കും ഡയറിയൊക്കെ അടുക്കി വെക്കുന്ന പോലെയൊക്കെ ഇങ്ങനെ നിൽക്കും. പോയി കഴിഞ്ഞാൽ ഇത് ലീക്ക് ആവുന്നുണ്ട്. ഒരാവശ്യമില്ലെങ്കിലും ചിലപ്പോൾ ഫോൺ സെർച്ച് ചെയ്യുന്ന പോലെ, ഫോൺ തപ്പുന്ന പോലെയൊക്കെ നിൽക്കും. കാരണം ഇവർക്ക് എണീറ്റിട്ട് അന്നേരം പോകാൻ പറ്റില്ല. ഇപ്പം നമ്മൾ ക്ലാസ്സിലൊക്കെ ശ്രദ്ധിച്ചാൽ ചിലപ്പോൾ ടീച്ചർ വിളിച്ച് ബോർഡിൽ എഴുതാൻ വേണ്ടിയിട്ടായിരിക്കും വിളിക്കുന്നത്, ഇവിടെ ഒന്ന് എഴുതിക്കുന്നുണ്ട്. അപ്പോൾ എണീറ്റിട്ട് ബുക്കൊക്കെ അടുക്കി വെച്ചിട്ട് ഇവിടുന്ന് മാറുള്ളൂ. പ്രശ്നം എന്താ വെച്ചാൽ ഈ എണീറ്റ അവിടെ ബോർഡിലോട്ട് പോയി കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ ലീക്കാവും, ഡ്രസ്സ് മോശമാവും. നേഴ്സുമാർ വളരെയധികം ബുദ്ധിമുട്ടുന്നതാണ്. എമർജൻസി കോൾ വരും, വൈറ്റ് ഡ്രസ്സൊക്കെ ആയിരിക്കും ഇട്ടിരിക്കുന്നത്, എണീറ്റിട്ട് അന്നേരം ഓടാൻ പറ്റില്ല. എണീറ്റ് ഓടിക്കഴിഞ്ഞാൽ ചിലപ്പം വൈറ്റ് ഡ്രസ്സ് മോശമാവും. അപ്പോൾ ഈ പ്രശ്നമൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്പീഡ് കൂട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓരോ ലെയറും അതിനനുസരിച്ച് കമ്പൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് വീണ് കഴിഞ്ഞാൽ അപ്പം തന്നെ അടുത്ത ലെയറിലേക്ക് പാസ് ചെയ്യും, വളരെ ക്വിക്കായിട്ട് പാസ് ചെയ്യും. കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ 6 സെക്കൻഡും കൊണ്ട് ഇത് കംപ്ലീറ്റ് ഡ്രൈ ആവും, ലീക്ക് നല്ല ഡ്രൈ ആവും. അപ്പോൾ അത്ര ഫാസ്റ്റായിട്ട് അബ്സോർവ് ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിതിന് സ്പെഷ്യലായിട്ട് ആക്റ്റീവ് ലൈഫ് സ്റ്റൈലിന് പേരിട്ടിരിക്കുന്നത്. കാരണം അത് ആക്റ്റീവ് ലൈഫ് സ്റ്റൈലുള്ളവർക്ക് എണീറ്റിട്ട് അപ്പം തന്നെ നടക്കാം, ഇതുപോലെ വെയിറ്റ് ചെയ്യേണ്ടതോ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ടീം എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോർ ആയിട്ടുള്ള കാര്യമായിരിക്കുമല്ലോ. അപ്പോൾ അവരും ഫ്രം ദ സ്റ്റാർട്ടിങ് ഇപ്പം നോക്കുമ്പോൾ അവരുടെ ഒരു ഗ്രോത്തും എങ്ങനെയാണ്? കാരണം അതും ഇറ്റ് ഇസ് വെരി നമ്മുടെ R&Dയിൽ ശരിക്കും പറഞ്ഞാൽ ഓരോ റോ മെറ്റീരിയൽ കമ്പനികൾക്കും വേറെ വേറെ ടീമുണ്ട്. ഇപ്പം നമ്മൾ ഏകദേശം ഒരു 12 റോ മെറ്റീരിയൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ 12 റോ മെറ്റീരിയലിലും അതിൻ്റെ എക്സ്പേർട്ടുകൾ വേറെ വേറെ കമ്പനികളുണ്ടാവും, അതായത് ആ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റിലുണ്ടാവും. ഇപ്പം എൻ്റെ ടീമിൽ ഏകദേശം ഒരു 20-25 പേരുണ്ട്, പല കമ്പനികളിലും പല റോ മെറ്റീരിയലായിട്ട് വർക്ക് ചെയ്യുന്നത്. പക്ഷേ അവരൊന്നും നമ്മുടെ സ്റ്റാഫല്ല, എല്ലാവരും ഇൻഡിപെൻഡൻ്റ്ലി അവരുടെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പോൾ ഇതിൻ്റെ നിർമ്മാണത്തിൻ്റെ കാര്യങ്ങളിലും ആ ടൈമിലും ഒക്കെ ശുചിത്വം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ നമ്മൾ കൈകാര്യം ചെയ്യേണ്ട ഏത് ഇതിലാണെങ്കിലും അതെ, ബട്ട് സ്റ്റിൽ നോക്കുമ്പോൾ അപ്പോൾ അത് ഉറപ്പുവരുത്തുക എന്നുള്ളതും ഒരു വലിയ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണല്ലോ. അതെങ്ങനെയാണ് നമ്മുടെ അത് ഒരുപാടുണ്ട്. നമ്മളിപ്പം ക്വാളിറ്റി സ്റ്റാൻഡേർഡിൽ വരുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മുടെ ഒക്കെ കാര്യത്തിൽ ഹൈജീനാണ്. ഇപ്പം ഞങ്ങൾ ഉപയോഗിക്കുന്ന നാപ്കിൻ ഉപയോഗിക്കുന്ന ആളോട് ഞങ്ങൾ പറയാറുണ്ട്, സ്കൂളുകളിലൊക്കെ പോയി ക്ലാസ്സിലൊക്കെ നമ്മൾ പറയും, പാക്കറ്റ് തുറന്ന് കയ്യിലോട്ട് എടുക്കുന്നതിന് മുമ്പ് കൈ വാഷ് ചെയ്യണം. കൈ വാഷ് ചെയ്യാതെ നാപ്കിൻ തൊട്ട് കഴിഞ്ഞാൽ കയ്യിലുള്ള ബാക്ടീരിയയിൽ പോവും. പിന്നെ അതിന് വളരാനുള്ള എല്ലാ സാഹചര്യമാണ്, ബ്ലഡ് കൾച്ചർ മീഡിയയാണ്, അതിലോട്ട് വരും, അത് പല ഇഷ്യൂസിലോട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും കൈ കഴുകാതെ തുടരുമെന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ അതുണ്ടാക്കുന്ന സ്ഥലം എത്രത്തോളം ഹൈജീനിക് ആയിരിക്കണം എന്ന് നമുക്ക് അതിൽ നിന്ന് തന്നെ ഊഹിക്കാമല്ലോ. അപ്പോൾ ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട്. ഇപ്പോൾ സ്റ്റാഫ് ആണെങ്കിൽ അവർ എൻ്റർ ചെയ്യുമ്പം യൂണിഫോം ചേഞ്ച് ചെയ്യണം, ഉള്ളിലോട്ട് വരുന്നിടത്ത് ഹാൻഡ് വാഷിങ്ങും ഹാൻഡ് സാനിറ്റൈസിങ്ങും എയർ ഷവറും അതെല്ലാം കഴിഞ്ഞ് ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ഹൈജീൻ. നമ്മൾ സാധാരണ മെഡിസിനൊക്കെ ഉണ്ടാക്കുന്ന പോലെയുള്ള സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്തിട്ടുള്ളതാണ് ഉള്ളിൽ ഹൈജീൻ റൂമിലാണ് ചെയ്യുന്നത്. പിന്നെ പ്രൊഡക്റ്റിലൊന്നും ആരുടെയും ഹാൻഡ് ടച്ചിങ് വരുന്നില്ല, ഇതിൽ വരും. പിന്നെ ഫാക്ടറിക്കകത്താണെങ്കിലും ഓസോൺ സ്റ്റെറിലൈസേഷൻ എന്ന് പറയും. അപ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരം ഓസോൺ ഫുള്ളായിട്ട് ഫാക്ടറിയിൽ ഫുള്ള് കണക്ട് ചെയ്തിട്ടുണ്ട്, അത് ഓണാവും. കംപ്ലീറ്റ് മെഷീനറീസും എല്ലാം റോ മെറ്റീരിയൽ അടക്കം സ്റ്റെറിലൈസ് ചെയ്യും. ഈ റോ മെറ്റീരിയൽ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റൂമുണ്ട്. അപ്പോൾ അതിനുള്ളിൽ നമ്മൾ തലേ ദിവസത്തെ പ്രൊഡക്ഷൻ പ്ലാൻ അനുസരിച്ച് തലേ ദിവസമുള്ള റോ മെറ്റീരിയൽസ് മുഴുവൻ ഈ റൂമിൽ വെക്കും. ആ റൂം ഓസോൺ റൂമാണ്. ഓസോൺ എന്ന് പറഞ്ഞാൽ എല്ലാ മൈക്രോവേൽ പോലും, എല്ലാ ചെറിയ ചെറിയ മൈക്രോവേൽ ആയിട്ടുള്ള സംഭവം പോലും നശിച്ചു പോകും. അപ്പോൾ അതിനകത്ത് വെച്ച് ഒരു ദിവസം സ്റ്റെറിലൈസ് ചെയ്തതിന് ശേഷമാണ് പ്രൊഡക്ഷൻ റൂമിലോട്ട് വരുന്നത്. പ്രൊഡക്ഷൻ റൂമിലെ എല്ലാ എക്യുപ്മെൻറ്റ്സും ഇതേപോലെ തന്നെ സ്റ്റെറിലൈസ്ഡാണ്. എന്നിട്ട് അതിൽ നിന്ന് പിന്നെ ഒരാളുടെ പോലും ടച്ചില്ലാതെയാണ് ഇത് പാക്കറ്റ് ആവുന്നത്. ഫൈനൽ പാക്കറ്റ് പുറത്ത് വന്നു കഴിയുന്നത് വരെയുള്ളതെല്ലാം ഓട്ടോമാറ്റിക്കാണ്. മെഷീനിൽ നിന്ന് തന്നെ വരും, മെഷീനിൽ നിന്ന് തന്നെ പാക്ക് ചെയ്യും, മെഷീനിൽ നിന്ന് തന്നെ ഇതിലോട്ട് പോകും. ഫൈനൽ അത് ക്രോസ് ചെക്ക് ചെയ്യുന്നതൊക്കെ അടക്കം. ഇപ്പം എല്ലാത്തിലും നാപ്കിൻ കറക്റ്റ് എണ്ണം ഉണ്ടോ? ഇപ്പം നമ്മൾ 6 എണ്ണമാണ് പാക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ
അത് 6 ആണോ അതിൽ 7 പോയിട്ടുണ്ടോ അത് ഒരെണ്ണം കുറവാണോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ പോലും എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്ത് ഫൈനൽ ബോക്സിലോട്ട് വരുന്ന വരെയുള്ളതെല്ലാം ഈ ഒരു ഹൈജീൻ റൂമിലാണ് ചെയ്യുന്നത്. ആരുടെയും ഹാൻഡ് ടച്ചിങ് ഇല്ല, ഇതുമില്ല. അതൊരിക്കലും എപ്പോഴെങ്കിലും നമുക്കൊരു ഫാക്ടറിയിൽ പോയി ഒരു വീഡിയോ ചെയ്യാൻ പറ്റും. അത് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും മനസ്സിലാവും. അതെ അതെ. ഇപ്പം കേരളത്തിന് ഇത് ട്രിവാൻഡ്രത്ത് ട്രിവാൻഡ്രം എന്താ പറയുക, മേജർ പോർഷൻ എന്ന് പറയുന്ന സെയിൽസിന്റെ ട്രിവാൻഡ്രം ആണ്. ദെൻ കൊച്ചിയിൽ നമ്മൾ ഓൾറെഡി ലോഞ്ച് ചെയ്തിട്ടുണ്ട്, കാലിക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ ഈ മേഖലയിൽ ശരിക്കും ഈ ഒരു ബിസിനസ് മേഖലയിലെ ഒരു വികസനത്തിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഹൗ ഡു യു? ഇപ്പോഴും ഓൾ ഇന്ത്യ ലെവലിൽ എടുത്തു കഴിഞ്ഞാൽ ഒരു 30% അടുത്തൊക്കെ യൂസേജ് ആയിട്ടുള്ളൂ. ഇപ്പോഴും ആയിട്ടുള്ളൂ. കേരളത്തിൽ കൂടുതലാണ്, പക്ഷേ ഓൾ ഇന്ത്യ ലെവലിൽ ഒരു 30% താഴെ സാനിറ്ററി നാപ്കിൻ ഉപയോഗിക്കുന്നവരുടെ എണ്ണമായിട്ടുള്ളൂ. അപ്പോൾ ബാക്കി ഒരു 70% ഇനിയും വരാൻ കിടക്കും. സാനിറ്ററി നാപ്കിൻ ഉണ്ടാക്കുന്ന ഈ പറഞ്ഞ 10-30 ഫാക്ടറി മാക്സിമം ഒരു 30 ഫാക്ടറി ഒക്കെ ഉണ്ടാവും ഓൾ ഇന്ത്യ ലെവലിൽ. സൗത്ത് ഇന്ത്യയിൽ എടുത്തു കഴിഞ്ഞാൽ ഞങ്ങളും വേറെ 1-2 ഫാക്ടറി മാത്രമേ സൗത്ത് ഇന്ത്യയിലുള്ളൂ, ബാക്കി കുറേ നോർത്തിലാണ്. അപ്പോൾ ആകെ ഇത്രേ ഫാക്ടറികളെ ഇന്ത്യയിലുള്ളൂ. അതേസമയം ചൈനയിൽ 1830 ഫാക്ടറി ഉണ്ട്. ഇതിന്റെ സാധ്യത ഒന്ന് ആലോചിച്ചാൽ അതെ, ഒരു കമ്പാരിസൺ ഇല്ല. അപ്പൊ 1830 ഫാക്ടറി ചൈനയിലുള്ള പോലെ നാളെ ഇന്ത്യയിലും വരാം. കാരണം ചൈനക്കാൾ ഇപ്പൊ ആൾക്കാർ ഇന്ത്യനെ ആശ്രയിച്ച് തുടങ്ങിയിട്ടുണ്ട് പ്രൊഡക്റ്റ് വാങ്ങാനൊക്കെ. അപ്പോൾ അടുത്തൊരു 4-5 വർഷം കൊണ്ട് അറ്റ്ലീസ്റ്റ് ഒരു 100-150 ഫാക്ടറി എങ്കിലും. അതാണ് ഞാൻ ചോദിക്കാൻ പറയുന്നത്, സാനിയോണിന് ഒരു നെക്സ്റ്റ് ഒരു ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ് പരിപാടി എന്നുള്ളത് ചോദിക്കാനും കൂടെ വരുമായിരുന്നു. ഞങ്ങളെ സംബന്ധിച്ച് ഫ്യൂച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഓൾറെഡി എക്സ്പാൻഷൻ മോഡിലാണ്. കാരണം ഇന്ത്യയിലെ കുറച്ച് ലീഡിങ് ബ്രാൻഡുകളുമായിട്ട് ഞങ്ങളിപ്പോൾ എഗ്രിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ പ്രൊഡക്ഷൻ വരുന്നതുകൊണ്ട് പിന്നെ ഇത് വോളിയം ഭയങ്കര കൂടുതലാണ്. നമ്മൾ ഷിപ്പിംഗ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടുന്ന് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഡൽഹി വരെ ഒരു ട്രക്ക് വിടണമെങ്കിൽ 1.5 ലക്ഷം രൂപ ട്രക്കിന് ഫീസാവും. ആകെ ഒരു 20 ലക്ഷം 25 ലക്ഷം രൂപയുടെ സാധനം എനിക്ക് ഉണ്ടാവുള്ളൂ. ഫാക്ടറികൾ നമ്മൾ പല ലൊക്കേഷനിൽ ഇടണം, എന്നാലേ ട്രാൻസ്പോർട്ടേഷനും കോസ്റ്റും ഇതിൽ കുറയുള്ളൂ. അപ്പോൾ സാനിയോൺ എക്സ്പാൻഡ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഈ പ്രൊഡക്ഷൻ കപ്പാസിറ്റി പല സ്ഥലങ്ങളിൽ വരിക എന്നുള്ളതാണ്. എന്നാൽ മാത്രമേ ഇത് ഈസി ആയിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാനും പറ്റില്ല. ഇപ്പം നമ്മൾക്ക് ഇത് കേരളത്തിൽ ഇത്രയും വില കുറച്ച് 49 രൂപയ്ക്ക് ഈ പ്രൊഡക്റ്റ് കേരളത്തിൽ വിൽക്കാൻ പറ്റുന്നതിൻ്റെ ഏറ്റവും വലിയ കാരണം ഇത് നമ്മൾ കേരളത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. മറ്റും ഓൾമോസ്റ്റ് എല്ലാ കമ്പനികളും വേറെ കമ്പനികളിൽ നിന്ന് ഉണ്ടാക്കിച്ചിട്ടാണ് ബ്രാൻഡ് ചെയ്യുന്നത്. ഓൺ മാനുഫാക്ചറിങ് വളരെ അപൂർവമാണ്. അപ്പോൾ നമ്മൾ ഓൺ മാനുഫാക്ചറിങ് ആയതുകൊണ്ട് ആ ഒരു അഡ്വാൻറ്റേജ് വന്നു. അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യം കൊണ്ടാണ് ഇത് വില കുറച്ച് കൊടുക്കാൻ പറ്റുന്നതും ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും. യെസ്, അപ്പോൾ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ. എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ്. ഈ പറയുന്ന പോലെ ഏപ്രിൽ മുതൽ ബാക്കി സ്ഥലത്തോട്ടും ഓൾറെഡി ഉണ്ട്. സോ യു ഹാവ് എ ഹ്യൂജ് നെറ്റ്വർക്ക്. അതങ്ങനെ തന്നെ പോട്ടെ. ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. എസ്പെഷ്യലി ഈ ഒരു വിമൻസ് ഡേയിൽ ബ്രാൻഡ് മാസ്റ്റർ ജിഞ്ചർ മീഡിയ ഇൻസൈറ്റിൽ വന്നതിൽ താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദ ബെസ്റ്റ്. Thank you. Thank you.